ഓണം ഇന്നലെ വന്നു, നാളെയും വരും, മറ്റന്നാളും വരും. ഒരു ദിവസം എന്നെ അമ്മ വെറുതെ സ്റ്റുഡിയോയിൽ കൊണ്ടുപോയ കൂട്ടത്തിൽ സ്റ്റുഡിയോ ചെന്നു, നിനക്ക് ഡബ് ചെയ്യണ്ടേന്ന് ചോദിച്ചു. അന്ന് മൈക്കിന് മുന്നേ ഇരുത്തി വെറുതെ ചെയ്യിച്ചപ്പോൾ ഞാൻ കറക്റ്റ് സിംഗില് ഡബ് ചെയ്യും. ഊപ്പിയിൽ ഞാൻ 6 വയസ്സ് 7 വയസ്സ് ആ സമയത്ത് ഡബ് ചെയ്യുന്ന സാധനമാണ്. ഇന്ന് എനിക്ക് 25 വയസ്സ് കഴിഞ്ഞു. ഡബ് ചെയ്യുന്ന സീരിയലുകളൊക്കെ ഞാൻ ഇരുന്ന് കാണുമ്പോൾ എന്താ ഒരു ഫീല്? സത്യം പറഞ്ഞിട്ട് കാണാറില്ല. ഹസ്ബൻഡിന്റെ പേര് നമ്മൾ വിളിക്കുന്ന പേര് മാറി വിളിച്ചിട്ടുണ്ട്. ശ്രീയേട്ട എന്ന് വിളിക്കുന്ന ഒരു സീരിയലിൽ നിന്ന് ഞാൻ ശ്രീയേട്ട എന്ന് വിളിച്ചിട്ട് വീട്ടിൽ വന്നിട്ട് എന്റെ ഏട്ടനെ ശ്രീയേട്ട എന്ന് വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ശബ്ദം സംരക്ഷിക്കാൻ വേണ്ടി എന്തൊക്കെയാ ചെയ്യുന്നത്? ചുമ്മാ പറയുന്ന ആരും അങ്ങനെയൊന്നും ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണ തുമ്പി. നമസ്കാരം. കഴിഞ്ഞ 23 വർഷക്കാലമായി ഡബ്ബിംഗ് രംഗത്ത് പ്രശസ്തയായ ദേവയാനിയാണിന്ന് എന്നോടൊപ്പം ഉള്ളത്. ദേവയാനിയെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം ഓണമൊക്കെയാണ്, നല്ല തിരക്കിലായിരിക്കും. എന്തൊക്കെ ഓണവിശേഷങ്ങൾ? ഓണവിശേഷം എന്ന് പറഞ്ഞാൽ സാധാരണ ഓണത്തിനാണ് ഈ പറഞ്ഞ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾക്കൊക്കെ ഒരാഴ്ച റെസ്റ്റ് കിട്ടുന്നത്. മറ്റേ ഡെയിലി ബേസിസ് പബ്ലിക് ഹോളിഡേ ഒന്നും ഞങ്ങൾക്കില്ലല്ലോ, TV സീരിയൽ പോകുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു ഹോളിഡേ എന്ന് പറയുന്ന സംഭവം നമുക്കില്ല. വൺസ് നമ്മൾ ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ ഡെഡിക്കേറ്റഡ് ആയിരിക്കണം. കമ്മിറ്റ്മെന്റ് ഒരു സംഭവമാണ്. അപ്പോൾ ഈ ഓണം ടൈമിലാണ് നമുക്ക് ഈ ഒരാഴ്ച കംപ്ലീറ്റ്ലി ഈ ഈവനിങ് ടൈമിലും സിനിമ പോകുന്നതുകൊണ്ട് റെസ്റ്റ് കിട്ടാറ് സാധാരണ. പക്ഷെ ഇപ്പം നേരെ തിരിച്ച OTT പ്ലാറ്റ്ഫോംസ് വന്നു. അപ്പോൾ എല്ലാ സിനിമയും എല്ലാവരും കണ്ടു ഓൾറെഡി. തിയേറ്ററിലോ OTT-ലോ ആയിട്ട് കാണും. പിന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ പ്രായമായവർ പോലും സീരിയൽ വരെ ഹോട്ട്സ്റ്റാറിൽ കാണുന്ന ഒരു ടൈമാണ്. അപ്പോൾ സിനിമയും അവർ ഒബ്വിയസ്ലി കാണും. അപ്പോൾ അങ്ങനെ ആ ഒരാഴ്ച സാധാരണ പണ്ട് കാലത്തൊക്കെ എൻ്റെ അമ്മയൊക്കെ തിളങ്ങി നിന്ന സമയത്ത്, ഞാനൊക്കെ ചെറുതായിരുന്നപ്പോൾ അങ്ങനെയായിരുന്നു. പിന്നെ ഇപ്പോൾ മാറി. ഒരു കഴിഞ്ഞ ഓണം മുതൽ ഈ പറഞ്ഞ പോലെ കോവിഡ് ടൈമിലും അതിന് മുന്നത്തെ ഓണത്തിലൊക്കെ കംപ്ലീറ്റ് കോവിഡ് ടൈമിൽ സീരിയൽസ് അല്ലായിരുന്നു, പടം തന്നെയായിരുന്നു. പക്ഷെ അതിന് മുന്നത്തെ ഓണം മുതൽ സീരിയൽസ് ആണ് 2 മണിക്കൂറൊക്കെ ടെലികാസ്റ്റ്. അതിന്റെ മഹാ എപ്പിസോഡ്സ് ആ ടൈമിൽ കഥ ഒന്ന് പൊലിപ്പിച്ച് ഇൻട്രസ്റ്റ് കയറ്റി റേറ്റിംഗ്, അങ്ങനത്തെ റേറ്റിംഗ് എല്ലാം ആ ഒരു ലെവലിൽ പോവായിരുന്നു. ഈ ഒരു 3 വയസ്സ് മുതൽ തന്നെ ഈ ഡബ്ബിംഗ് രംഗത്തേക്ക് ഇറങ്ങാനുണ്ടായ ഒരു സാഹചര്യം എന്താണ്? അതായത് അമ്മ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആണ്, കവിത. അമ്മ ഏഷ്യാനെറ്റിലൊക്കെ വോയിസ് ഓവർ ആർട്ടിസ്റ്റും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇപ്പോഴും ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആണ്, ഇപ്പോൾ ഡബ്ബിംഗ് പ്രൊഡ്യൂസറാണ്. അമ്മ അങ്ങനെ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഒരു ദിവസം എന്നെ അമ്മ വെറുതെ സ്റ്റുഡിയോയിൽ കൊണ്ടുപോയ കൂട്ടത്തിൽ വീട്ടിലാരും ഇല്ലാത്തതുകൊണ്ട് കൂടെ കൂട്ടി സ്റ്റുഡിയോ ചെന്നു, നിനക്ക് ഡബ് ചെയ്യണ്ടേന്ന് ചോദിച്ചു. അന്ന് മൈക്കിന് മുന്നേ ഇരുത്തി വെറുതെ ചെയ്യിച്ചപ്പോൾ ഞാൻ കറക്റ്റ് സിംഗില് ഡബ് ചെയ്തു. അന്നോട്ട് ഇങ്ങോട്ട് പിന്നെ കുഞ്ഞു ക്യാരക്ടർ വന്ന കവിതയുടെ മോളുടെ വിളിക്ക് എന്ന് പറയും. ആദ്യമേ ആൺകുട്ടികൾക്കാണ് ചെയ്തു തുടങ്ങിയത്, പെൺകുട്ടികൾക്കല്ല. അങ്ങനെ ഈ പറഞ്ഞ പോലെ ചെയ്തു തുടങ്ങി. പിന്നെ ഏഷ്യാനെറ്റിൽ ശ്രീകൃഷ്ണ ലീല എന്ന് പറഞ്ഞൊരു ഇത് ചെയ്തു. അതിന് മുന്നേ സ്വാമി അയ്യപ്പൻ, അങ്ങനെയുള്ള കുറെ സീരിയലുകൾ ചെയ്ത് സജീവമായിട്ട് പിന്നെ ഈ ഫീൽഡിൽ അങ്ങ് നിന്നു. അപ്പോൾ ശരിക്കും ഇങ്ങനെ അഭിനയത്തിലേക്ക് വരാൻ ഒത്തിരി അവസരം ഉണ്ടായിട്ടുണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ട്. അപ്പോൾ അതിൽ സെലക്ട് ചെയ്യാതെ, അതായത് എനിക്ക് തോന്നുന്നു കുഞ്ഞിലെ ഇതിലായതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഇപ്പം എല്ലാവരും ചോദിക്കുക അഭിനയിക്കണ്ടേ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വേണ്ട, ഡബ് ചെയ്താൽ മതി എന്ന് ഞാൻ കൊച്ചിലേ പറയാം. അന്ന് നമ്മൾ ഇത്രയും ഫെയിം അല്ലെങ്കിൽ ഈ ഫോളോവേഴ്സ് അതൊന്നും നമ്മൾ അന്ന് ചിന്തിക്കുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അമ്മ ചെയ്യുന്നത് ഡബ്ബിംഗ് ആണ്. സ്റ്റുഡിയോയിൽ പോകുന്നു, അകത്തിരിക്കുന്നു, ഡബ് ചെയ്യുന്നു. അപ്പോൾ അത് മാത്രം കണ്ടതുകൊണ്ടാവാം. മേ ബി എൻ്റെ അമ്മ ആർട്ടിസ്റ്റ് ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ അതിലേക്ക് പോകുമായിരുന്നു. പക്ഷെ പിന്നീട് ഈ ബാക്കിൽ നിന്ന് പ്രവർത്തിച്ചതുകൊണ്ടാണോ എന്നറിയില്ല, ഫ്രണ്ടിലേക്ക് വരാനൊരു മടി ഉണ്ടായിരുന്നു. ഇപ്പോഴും ചോദിക്കും പലരും ചെയ്തുകൂടെ എന്നൊക്കെ. പിന്നെ ഒരു 10th ഒക്കെ ആയ സമയത്ത് ചെയ്യാനുള്ള ഒരു പ്രിപ്പറേഷനായി വന്നപ്പോൾ അത് നടക്കാതെ പോയി. അപ്പോൾ പിന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്, വേണ്ട, എനിക്ക് പറഞ്ഞിട്ടുള്ള ഡബ്ബിങ് ഇതിലങ്ങ് നിൽക്കാം. പിന്നെ നമുക്ക് കാഷ്വൽ ആയിട്ട് എപ്പോ വേണമെങ്കിലും ഓടി അങ്ങ് പോകാം. ഉറപ്പായിട്ടും കമ്മിറ്റ്മെന്റ് ഉണ്ട്, മറ്റതിനേക്കാളും കമ്മിറ്റ്മെന്റ് ഉണ്ട്. അതായത് ഇപ്പം നമുക്ക് സീരിയലാണെങ്കിൽ കമ്മിറ്റ്മെന്റ് ഇല്ല എന്നല്ല, ആർട്ടിസ്റ്റിന് ഈ അഭിനയിക്കണം, തിരിച്ചു വരണം, അത്രേ ഉള്ളൂ. പക്ഷെ നമുക്ക് ഈ അഭിനയം കഴിഞ്ഞാലും ഡബ്ബിംഗ് എന്ന് പറഞ്ഞ സംഭവം അങ്ങനെയല്ല. അപ്പൊ ഒരാഴ്ച ഷെഡ്യൂളിൽ അവർക്ക് വർക്ക് ചെയ്താൽ മതി, ഞങ്ങൾ 1 മാസവും വർക്ക് ചെയ്യാണ്. ഇപ്പം ഈ കോസ്റ്റ്യൂമൊക്കെ നമുക്ക് ഇതാകുമ്പോൾ, ഈ അഭിനയമാകുമ്പോൾ കോസ്റ്റ്യൂം ശ്രദ്ധിക്കണം, അതോടൊപ്പം തന്നെ മേക്കപ്പ് നോക്കണം. ഇതാകുമ്പോൾ നിൽക്കുന്ന ഇതിലൊക്കെ പോകാമല്ലോ അല്ലേ? എന്നാലും അങ്ങനെയല്ല. എന്നാലും ഈ പറഞ്ഞ പോലെ ചിലർ നമ്മൾ ഡബ് ചെയ്യുമ്പോൾ വന്ന് നോക്കും, നമ്മുടെ മുഖത്തെ എക്സ്പ്രഷൻ ഉണ്ടോ എന്ന് അറിയാനായിട്ട്. പുതിയതായിട്ട് ഡബ്ബിംഗ് കാണുന്നവരൊക്കെ നമ്മൾ ഡബ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തോ അകത്ത് എന്താ നടക്കുന്നതെന്നുള്ള രീതിയിൽ നമ്മളെ ഫേസിലേക്ക് നോക്കും. പക്ഷെ എൻ്റെ ഫേസിൽ അത് വരണം എന്നില്ല. എൻ്റെ സൗണ്ടിൽ അത് വരും, പക്ഷെ എൻ്റെ ഫേസിൽ ആ അഭിനയം വരണം എന്നില്ല. അതെല്ലാവരും ഇങ്ങനെ നമ്മൾ ഡബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ വന്ന് എത്തിയൊക്കെ നോക്കും, ആ കുട്ടിക്ക് എന്താ മുഖത്ത് വരുന്നതെന്ന് അറിയാനായിട്ട്. പക്ഷെ അങ്ങനെ മുഖത്തൊന്നും വരത്തില്ല. ശരിക്കും അഭിനയിക്കുന്ന പോലെ തന്നെ
തന്നെ നമ്മുടെ സൗണ്ടിൽ ആ ഫീൽ അതെ, വരുന്നത്. വരുത്തുന്നത്. അപ്പൊ അഭിനയിക്കുന്നവരുടെ ബോഡി കോസ്റ്റ്യൂം എല്ലാം ഇട്ട് കഴിയുമ്പോൾ അവർക്ക് ആ ക്യാരക്ടർ ഒബ്വിയസ്ലി വരും. ആ ഒരു ലൊക്കേഷനിൽ നിന്ന് ആ കോസ്റ്റ്യൂം ഇട്ട് കഴിയുമ്പോൾ അവർ ആ ക്യാരക്ടർ ആവും. പക്ഷെ ഞങ്ങൾ ആ സ്യൂട്ടിൽ കയറി മൈക്കിന്റെ മുന്നേ ഇരിക്കുമ്പോഴത്തേക്കും മനസ്സിലാണ് ഞങ്ങൾക്ക് ആ ക്യാരക്ടർ. എന്റെ കാര്യം ഞാൻ പറയാം, മനസ്സിൽ എനിക്ക് ആ ക്യാരക്ടർ ഉണ്ട്. ആ സ്യൂട്ടില് ആ സ്റ്റുഡിയോയിൽ ചെന്നിരിക്കുമ്പോൾ എനിക്ക് ആ ക്യാരക്ടർ ആവാൻ പറ്റാറുണ്ട്. പറ്റും. അത് മുൻകൂട്ടി അതിന്റെ ഡയലോഗ്സ് ഒക്കെ അവിടെ ചെന്നതിന് ശേഷമല്ലേ കിട്ടും. നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല, നമുക്ക് സ്ക്രിപ്റ്റ് കിട്ടും. ഞങ്ങൾക്ക് ആകെ ഒരു പ്രശ്നം സ്ക്രിപ്റ്റ് നോക്കണം, ലിപ്പ് നോക്കണം. ഈ രണ്ടൊരു സിങ്ക് പിടിക്കുന്ന സ്ക്രിപ്റ്റിൽ ഡയലോഗും ചെക്ക് ചെയ്യണം. അതിനൊക്കെ നമുക്ക് വഴക്ക് കിട്ടും. ചിലപ്പോൾ നമ്മൾ ഫീൽഡിൽ കണ്ട് കുട്ടി ഈ പ്രോമിറ്റ് ചെയ്ത് കൊടുക്കുന്നതാണല്ലോ അവർ അഭിനയിക്കുമ്പോൾ പറയുന്നത്. പക്ഷെ അവര് തെറ്റിച്ച് പറയാൻ ചിലപ്പോൾ എന്നിട്ട് നമ്മളെ വിളിച്ച് കറക്റ്റ് ചെയ്യും. പിന്നെ സ്ക്രിപ്റ്റ് ഇതായിരുന്നു, എന്താ നോക്കാത്തതെന്ന് ചോദിക്കും. ഇനി എഫക്ട്സ് ഒക്കെ ഇടുന്ന കാര്യത്തിലൊക്കെ അതെ, എഫക്ട്സും ഈ കരച്ചില് അങ്ങനെയുള്ളതൊക്കെ ചെയ്തു പോകും. പലപ്പോഴും ഈ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മിയൊക്കെ പറയുന്നത് ഈ ഇരുന്നുകൊണ്ട് ഡബ് ചെയ്യാൻ അവർക്ക് കഴിയില്ല, കാരണം അവർ നിന്നും ചാടിയും ആ രീതിയിലാണ്. അപ്പോൾ മോഹൻലാലൊക്കെ ഡബ് ചെയ്യുന്ന കണ്ട് അസൂയ തോന്നിയിട്ടുണ്ട്. മോഹൻലാൽ വെറുതെ ഒരു കസേരയിലിരുന്ന് കാലുമേ കാല് കയറ്റി വെച്ചിരുന്ന് വളരെ കൂളായിട്ട് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മൾ ഈ വലിയ ഒരുപാട് ഓടിപ്പോകുന്ന അല്ലെങ്കിൽ അട്ടഹസിച്ച് കരയുക അങ്ങനെയൊക്കെ വരുമ്പോൾ ആ രീതിയിൽ അങ്ങനെയാണോ, അതോ കൊച്ചുനാൾ മുതൽ ഇങ്ങനെ ശീലിച്ചതുകൊണ്ട്? ഞാൻ എപ്പോഴും ഇരുന്ന് തന്നെയാണ് ഡബ് ചെയ്യാറ്. പിന്നെ നമ്മൾ പടം ചെയ്യാൻ പോകുമ്പോൾ പൊതുവെ നിന്ന് തന്നെയാണ് ചെയ്യിക്കാറ്. അത് എല്ലാ സ്റ്റുഡിയോസിലും എനിക്ക് തോന്നുന്നു, ഒരു ചിത്രാഞ്ജലി, വിസ്മയ, അങ്ങനെ എല്ലാ സ്റ്റുഡിയോസിലും നോക്കുകയാണെങ്കിലും പടം ചെയ്യുമ്പോൾ നമ്മൾ നിന്ന് തന്നെയാണ് ചെയ്യുക. അല്ലാതെ സീരിയൽസ് ചെയ്യുമ്പോൾ നമുക്ക് അത്രയും മണിക്കൂറൊന്നും, സിനിമ വൺ ഡേ നിൽക്കണം, എന്നാൽ ഈ പറഞ്ഞ പോലെ ടയേർഡാവും ഒരു ഡേ ഫുൾ. പിന്നെ ഈ സൗണ്ട് നിന്നാൽ കുറച്ചുകൂടി ഇതായിട്ട് വരും എന്ന് പറയും. പക്ഷെ ഞാൻ സീരിയൽ കൊച്ചിലെ മുതൽ ചെയ്യുമ്പോൾ ഞങ്ങൾ ഇരുന്നാ ചെയ്യാറ്. ഞാൻ ഇരുന്ന് ചെയ്യുന്നതാണ് കംഫർട്ടബിൾ. നിൽക്കുമ്പോൾ ഞാൻ കോൺഷ്യസ് ആവും, ശീലം ഇല്ലാത്തതുകൊണ്ടാവാൻ. പക്ഷെ ഇരിക്കുമ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി നമ്മുടെ ഫോക്കസ് ആ വിഷ്വലിൽ മാത്രമായിരിക്കും. അത് പല ഈ സിറ്റുവേഷൻ അനുസരിച്ചിരിക്കും. അതെ, പിന്നെ ഈ പറഞ്ഞ പോലെ ആർട്ടിസ്റ്റ് ഞാൻ കണ്ടിട്ടുണ്ട്, ഒത്തിരി സ്ഥലം എടുത്ത് ഡബ് ചെയ്യുന്ന ആർട്ടിസ്റ്റിനെ കണ്ടിട്ടുണ്ട്. സീരിയലിൽ പോലും ഭയങ്കര സൗണ്ട് ഒക്കെ ഉണ്ടാക്കി ഡബ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. പക്ഷെ അതിന്റെ ആവശ്യമില്ല. ആക്ച്വലി എഫക്ട്സുകാരെ എഫക്ട്സ് ചെയ്തോളും. നമ്മൾ ജസ്റ്റ് നമ്മുടെ ഡയലോഗ്സ് പറഞ്ഞു വന്നുള്ളൂ. നമ്മൾ ഈ ഡയലോഗിനിടയ്ക്കുള്ള കയ്യടി പോലും നമ്മളല്ല ഇടുന്നത്. കയ്യടി വന്നാൽ അത് വേറെ ആളായിട്ട്. ഈ തുപ്പുന്നത് ചിലപ്പോൾ നമ്മളായിരിക്കില്ല ചെയ്യുന്നത്. ഇപ്പൊ ചെയ്യാറുണ്ട്, എന്നാലും മുറുക്കി തുപ്പുന്നൊക്കെ ചിലപ്പോൾ ചെയ്യുന്നത് എഫക്ട്സ് ചെയ്യുന്നവരാണ്. പിന്നെ ഈ RJ ആയിട്ടും ഒക്കെ പോയിട്ടുണ്ടല്ലോ, അത് എന്താ പിന്നെ അങ്ങനെ പോകാനുണ്ടായ സാഹചര്യം? അങ്ങനെ ആക്ച്വലി ഞാൻ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്ന ടൈമിലാണ് ഇതുപോലെ RJ ഹണ്ട് വന്നത്. എനിക്കതിലോട്ട് താല്പര്യമില്ല. ഈ പറഞ്ഞ പോലെ നമ്മുടെ ചുറ്റും കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. ഫ്രണ്ട്സ് ഈ പറഞ്ഞ വെൽവിഷേഴ്സ് എന്ന് തന്നെ പറയാം. നമ്മുടെ നല്ലതിനു വേണ്ടി ആഗ്രഹിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അവർ പറയാടാ നിന്റെ വോയിസ് നല്ലതല്ലേ, നീ RJ ആവ്, നല്ല രസമായിരിക്കും എന്നൊക്കെ. പിന്നെ കോളേജിൽ ഇതുപോലെ ഫെസ്റ്റ് ഒക്കെ വരുമ്പോൾ, കോളേജ് ഫെസ്റ്റ് ഒക്കെ വരുമ്പോൾ അതിനകത്ത് ഒരു റേഡിയോ ഉണ്ടാവും, നമ്മുടെ ഈ വിഷസ് വെക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വെക്കുന്ന സമയത്ത് ഒത്തിരി പേര് പറയും എനിക്ക് RJ ആയിക്കൂടെ എന്ന് ചോദിക്കും. അങ്ങനെ മാതൃഭൂമിയുടെ ഒരു RJ ഹണ്ട് വന്നപ്പോൾ പോയി പങ്കെടുത്തു. കിട്ടുമെന്ന് വിചാരിച്ച് പോയതല്ല, ഞാൻ അമ്മയും കൂട്ടി പോയി. ഞാൻ ചെല്ലുമ്പോൾ കാണുന്ന രംഗം എന്ന് പറഞ്ഞാൽ ആ ഫ്ലോറിലിരുന്ന് എല്ലാവരും പത്രം വായിക്കുന്നതാണ്. പത്രം വായിച്ച് അപ്പം ഞാൻ ചോദിച്ചു പത്രമൊക്കെ വായിക്കണോ ഇതിന്? അപ്പം ഞാൻ പറഞ്ഞു അമ്മ എന്നാൽ അപ്പം നമുക്ക് പോകാം, എനിക്ക് ജനറൽ നോളജ് എന്ന് പറഞ്ഞപ്പോൾ നീ വെറുതെ ചെന്ന് നോക്ക്, എന്തായാലും നമ്മൾ വന്നില്ലേ എന്ന് പറഞ്ഞു. വന്ന് കയറി ആദ്യത്തെ റൗണ്ടിൽ തന്നെ പത്രം വായിച്ചിരുന്ന എല്ലാവരും ഔട്ടായി പോയി. അവർ ആക്ച്വലി വളരെ നമ്മളെ ഈ കൊളോക്കിയലി സംസാരിക്കുക, ഫ്രീ ആവുക, നമ്മൾ എന്താണോ അത് നമ്മൾ കാണിക്കുക, അത്രേ അവിടെ പറഞ്ഞിട്ടുള്ളൂ. അവിടെ ചെന്നപ്പോൾ അവർ ചോദിച്ച ചോദ്യങ്ങളൊക്കെ അങ്ങനെയായിരുന്നു. അങ്ങനെയുള്ള ചെറിയ ചെറിയ നിസ്സാര ചോദ്യങ്ങളും നമ്മളെ കുഴപ്പിക്കുന്ന ചോദ്യങ്ങളും നമ്മൾ സ്പോണ്ടേനിയസ് ആയിട്ട് പറയുന്ന മറുപടിയാണ് അതിനൊക്കെ. അതിന് പ്രിപ്പയർ ചെയ്ത് വന്ന് അപ്പോൾ അവിടെ നിന്ന് എനിക്ക് മനസ്സിലായി എനിക്ക് അതും പറ്റിയ പണിയാണ്. അങ്ങനെ അതിൻ്റെ ഫൈനൽ റൗണ്ട് വരെ ഓൾ കേരളന്ന് കുറച്ച് എനിക്ക് തോന്നുന്നു 10-14 പേര് സെലക്ട് ആയി. ആ സമയത്ത് പുതിയ 2 സ്റ്റേഷൻ തുടങ്ങുന്നുണ്ടായിരുന്നു, കാലിക്കട്ടും ആലപ്പുഴ. അപ്പോൾ സ്റ്റേഷൻ ഇല്ല, FM സ്റ്റേഷൻ ഇല്ല, ആദ്യത്തെ FM സ്റ്റേഷൻ. അപ്പോൾ അങ്ങനെ വന്ന സമയത്താണ് RJ എന്ന ഫീൽഡിലേക്ക് പോയത്. കാലിക്കട്ടായിരുന്നു എൻ്റെ. അവിടുത്തെ അന്നേരം ജോലിയുടെ അനുഭവങ്ങളൊക്കെ എങ്ങനെ? ഇത് നമ്മൾ ഡബ്ബിങ്ങിൽ നിന്ന് വ്യത്യസ്തമായ ഒരു മേഖലയാണ്. എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു, കാരണം നമ്മൾ ഈ കംപ്ലീറ്റ് സീരിയലുകളും സിനിമയൊക്കെ ട്രിവാൻഡ്രം കൊച്ചി ബേസ്ഡ് ആണ്. അപ്പൊ ഞാൻ ഇത് വിട്ട് ഒരു ജോബിലേക്ക് കയറിയപ്പോൾ ഞാൻ ഡബ്ബിങ്ങിൽ നിന്ന് വിട്ടുപോയ ആളാണ്. 2 തവണ 2 ജോലിയായിട്ട് ഡബ്ബിങ്ങിൽ നിന്ന് വിട്ടുപോയ ആളാണ്. ഒന്ന് ഈ RJing ആയിരുന്നു. അപ്പോൾ RJing വന്ന സമയത്ത് എനിക്ക് എല്ലാ ഡബ്ബിങ്ങും വിട്ടുപോകേണ്ടി വന്നു. ഡെയിലി ബേസിസിൽ നമുക്ക് സ്റ്റുഡിയോസിൽ പോകാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് വീട്ടിൽ മാറി നിന്ന് കോഴിക്കോട് വർക്ക് ചെയ്യേണ്ടി വന്നു. ആ സമയത്ത് വിഷമം തോന്നിയിട്ടുണ്ട്. ഒരു ടൈം കഴിയുമ്പോൾ നമ്മൾ റിയലൈസ് ചെയ്തു നമുക്ക് സീരിയൽ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ വിഷമം തോന്നിയിട്ടുണ്ട്. കുഞ്ഞിലെ ആയിരിക്കാം. അപ്പോൾ അങ്ങനെ RJയിലേക്ക് മാറി. പക്ഷെ കുറച്ച് നാൾ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നൈറ്റ് ഷോ ആണ് ഞാൻ ചെയ്തോണ്ട്, നൈറ്റ് ലൈവായിരുന്നു. അപ്പോൾ പിന്നെ ഡെയിലി ഡേ ടൈമിലും ചിലപ്പോൾ ഷോ ചെയ്യേണ്ടി വന്നു. പിന്നെ എനിക്ക് ഡിസ്റ്റൻസ് ഒരു വിഷയമായിരുന്നു. ഫാമിലി ഇവിടെയാണ്. അപ്പോൾ എനിക്ക് വീട്ടുകാരുമായിട്ടുള്ള അറ്റാച്ച്മെന്റ് കുറച്ച് ഹോം സിക്നെസ് എന്ന് പറയാൻ പറ്റില്ല. എനിക്ക് ഒറ്റയ്ക്ക് ബുദ്ധിമുട്ടാണ്. വേറെ അവിടെ ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടായിരുന്നെങ്കിലും നമുക്ക്
സെറ്റായി പോകാൻ പറ്റാത്തൊരു അത് മാത്രമല്ല ഒരു ജോബ് ആകുമ്പോൾ അതിന്റെ ഒരു കൃത്യസമയം പാലിക്കണം. അത് പിന്നെയും പ്രശ്നമല്ല, നമുക്ക് പോയി തിരിച്ചു വരാം. പക്ഷെ നമ്മൾ ഈ പാഷനും നമ്മൾ വന്ന ജീവിതവും ഈ സീരിയൽ ഫീൽഡും ഇതൊക്കെ ആകുമ്പോൾ ചില പുതിയ സീരിയൽ വരുമ്പോഴും ചില നമ്മൾ ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾക്ക് വേറെ ആൾക്കാരെ ഡബ് ചെയ്യുന്നൊക്കെ കാണുമ്പോൾ ഒരു വിഷമം തോന്നും. അയ്യോ നമ്മുടെ വോയിസ് ആയിരുന്നല്ലോ, അവിടെ ആയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ചെയ്യായിരുന്നല്ലോ എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷെ അതിന് പകരമായിട്ട് ഈ ആർജെന്ന് കിട്ടുന്ന കുറെ ആരാധകരും ഒക്കെ ഉണ്ടാവും. അതൊക്കെ ഉണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഞാൻ എന്നിട്ട് എനിക്ക് തിരിച്ച് നാട്ടിൽ വന്നെന്ന് ട്രിവാൻഡ്രത്ത് നിന്നാണ് ഞാൻ ആർജെ ചെയ്തിരുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഇപ്പോഴും ചിലപ്പോൾ ഞാൻ ആർജെക്കാം ഡബിങ് ആർട്ടിസ്റ്റ് ആയിരുന്നു. മറ്റത് ഡബിങ് കംപ്ലീറ്റ്ലി വിട്ട് നിൽക്കേണ്ടി വന്നതുകൊണ്ടാണ് പിന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് തിരിച്ചു തിരുവനന്തപുരത്തേക്ക് ശ്രമിച്ചില്ല. ശ്രമിച്ചു, പക്ഷെ ആ സമയത്ത് കിട്ടിയില്ല. അതുകൊണ്ടാണ്. പിന്നെ നമ്മൾ ഈ ഡബ് ചെയ്യുന്ന സീരിയലുകളൊക്കെ ഞാൻ ഇരുന്ന് കാണുമ്പോൾ എന്താ ഒരു ഫീല്? സത്യം പറഞ്ഞിട്ട് കാണാറില്ല അങ്ങനെ സമയം കിട്ടാറില്ല. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ സീരിയൽ ഒരു 5:30-6 മണിക്ക് തുടങ്ങി നമ്മൾ വർക്കെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ഒരു 8-8:30-9 ആവും. പിന്നെ ആ ടൈം വന്നു കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ സൗണ്ട് കേൾക്കുന്നതിന് ഇറിറ്റേറ്റഡ് ആവും. ഞാൻ പറയും, ഹസ്ബൻഡ് ചിലപ്പോൾ TV ഒക്കെ നോക്കുമ്പോൾ ഞാൻ പറയും സൗണ്ട് കുറച്ച് കേട്ടോ. രാവിലെ തൊട്ട് നമ്മൾ ഈ സൗണ്ടും ഈ പൈലറ്റില് നമ്മൾ ഔട്ട് കാണുന്ന പോലെ അല്ല, പൈലറ്റില് ക്യാമറ വിളിക്കുന്നുണ്ട്, ഡയറക്ടർ വിളിക്കുന്ന സൗണ്ട്, റിയാക്ഷൻ ഒക്കെ ആർട്ടിസ്റ്റിന് പറഞ്ഞു കൊടുക്കുന്ന ബഹളം, പൈലറ്റിലെ ബഹളം ഒക്കെ കൂടി കേട്ട് നമ്മുടെ വോയിസ് തന്നെ നമ്മളും കേട്ട് അങ്ങനെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സൗണ്ടിലായതുകൊണ്ട് വീട്ടിൽ വരുമ്പോൾ കുറച്ച് ഞാൻ പറയും എനിക്ക് ഇച്ചിരി സമാധാനമായിട്ടിരിക്കണം എന്ന് പറയും. ഇഷ്ടമല്ലായ്മല്ല, നമ്മൾ കൊടുക്കുന്ന റെസ്റ്റ് ആണത്, നമ്മുടെ ഇയറിനാണെങ്കിലും നമ്മുടെ മൈൻഡിനാണെങ്കിലും ഒക്കെ. അതുപോലെ തന്നെ ഈ ശബ്ദം സംരക്ഷിക്കാൻ വേണ്ടി എന്തൊക്കെയാ ചെയ്യുന്നത്? ചുമ്മാ പറയുന്ന ആരും അങ്ങനെയൊന്നും ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. പിന്നെ ചിലർക്ക് മേ ബി ഈ പറഞ്ഞ പോലെ തണുപ്പ് കഴിച്ചാൽ തൊണ്ടവേദന വരും, ജലദോഷം വരും എന്നൊക്കെ ഉള്ളവർ അവോയ്ഡ് ചെയ്യുമായിരിക്കും. പക്ഷെ എനിക്ക് ഇന്നേ വരെ ഞാൻ അങ്ങനെ കഴിച്ചത് കൊണ്ടൊരു പ്രശ്നം ഉണ്ടായിട്ടോ ഇല്ല. ഞാൻ ഇന്നേ വരെ സൗണ്ട് സംരക്ഷിക്കാനായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ഈ പറഞ്ഞു കേൾക്കുന്നതാണ് തേന് കഴിച്ചാൽ നല്ല സൗണ്ട് ഉണ്ടാവും, മധുരമുള്ളത് കഴിച്ചാൽ നല്ല മധുരമുള്ള സൗണ്ട്, അങ്ങനെയൊന്നുമില്ല. നമ്മുടെ സൗണ്ട് എങ്ങനെയാണോ അത് തന്നെയായിരിക്കും തുടക്കം മുതൽ അവസാനം വരെ എനിക്ക് തോന്നുന്നത്. പിന്നെ സംരക്ഷിക്കാം. ഈ പറഞ്ഞ പോലെ തൊണ്ടവേദന, പനി, ജലദോഷം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആർട്ടിസ്റ്റുകൾക്കും നമ്മൾ ഡബ് ചെയ്യുന്ന ക്യാരക്ടറിന് ജലദോഷം വന്ന അവസ്ഥയാവും. അപ്പൊ അതൊന്നും പൊടി അടിക്കാതിരിക്കുക, അങ്ങനെയുള്ള അലർജീസ് വരാതിരിക്കാനായിട്ട് ചിലര് തണുത്തത് കഴിച്ചാൽ ഈ പെട്ടെന്ന് ജലദോഷം വരുന്നവർ കഴിക്കുക. ഞാൻ അഥവാ എനിക്ക് ഇത് തോന്നി കഴിച്ചാൽ അമ്മ പറയും, നീ ഒരു മണിക്കൂർ കഴിഞ്ഞ് ഒന്ന് ആവി പിടിച്ചേക്ക് അല്ലെങ്കിൽ ഒന്ന് ചൂടുവെള്ളം കുടിച്ചേക്ക്, ഇത് പറയും. അത് നമ്മളോടുള്ള സ്നേഹവും കെയറിങ്. ഞാൻ പക്ഷെ അത്രയും കുഞ്ഞിലെ വന്നവർക്ക് മേ ബി അങ്ങനെ ആയിരിക്കാം സീരിയസ്നെസ്. എനിക്കും അതുപോലെ ആയിരുന്നു. ഒരു ടൈം പീരീഡ് വരെ ഞാനിത് സീരിയസ് ആയിട്ട് എടുത്തിട്ടേ ഇല്ല. പിന്നെ ഈ ഒരു എന്താ പറയുക, മാരീഡായി ഇതാണ് നമ്മുടെ ജീവിതമാർഗം അല്ലെങ്കിൽ ഇതാണ് നമ്മുടെ ജോലി എന്ന് മനസ്സിലാക്കി മെച്ചുവേർഡായിട്ട് ചെയ്തു തുടങ്ങിയത് ഈ അടുത്ത സമയത്ത് തന്നെയാണ്. അതോടൊപ്പം ഇപ്പൊ ചെയ്യുന്ന ഏതൊക്കെ വർക്കുകളാണ് ഇപ്പോ സാന്ത്വനം എന്ന് പറഞ്ഞ സീരിയൽ, സാന്ത്വനത്തിൽ അപ്പു എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ, കൂടെവിടയിൽ ഹീറോയിൻ സൂര്യ കൈമൾ, ഏഷ്യാനെറ്റിൽ പളുങ്ക് എന്ന് പറഞ്ഞ സീരിയൽ. ഈ 3 സീരിയലാണ് ഏഷ്യാനെറ്റിൽ കുടുംബവിളക്കിലും ചെയ്യുന്നത്. ഹീറോയിൻ ചെയ്യുന്നത് ഈ 3 സീരിയലാണ്. പിന്നെ സീല് നീയും ഞാനും, പ്രണയവർണ്ണങ്ങൾ, ആ 2 ഹീറോയിൻ. പിന്നെ സൂര്യ എല്ലാത്തിലും ഓരോ സീരിയലുണ്ട്. അപ്പോൾ ഇത് ടൈം അതനുസരിച്ച് മാനേജ് ചെയ്യും. ടൈം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മോർണിംഗ് നമ്മളൊരു 9:30 ഇറങ്ങിയ 9:30ക്ക് പ്രണയവർണ്ണം ചെയ്ത 10:30 വരെ അവിടെ ചെയ്യും. 11 മണിയാകുമ്പോൾ അടുത്ത സ്റ്റുഡിയോ, 12:30 ആകുമ്പോൾ അടുത്ത സ്റ്റുഡിയോ, കഴിച്ചിട്ട് ആ ഒരു അവസ്ഥയാണ്. നമ്മളിങ്ങനെ അടുപ്പിച്ച് എല്ലായിടത്തും പോകും. പിന്നെ ഈ ഓണമൊക്കെ വരുമ്പോഴത്തേക്ക് എല്ലാ സീരിയലിലും ഓണാഘോഷം കാണും. എല്ലാ സീരിയലിലെ ആർട്ടിസ്റ്റുകളും ഓണം വിഷസ് പറയും. ഇതൊക്കെ അവർ പറയുമെങ്കിലും നമ്മളിവിടെ ചെന്ന് പറഞ്ഞാലേ ടെലികാസ്റ്റ് ആകും. അപ്പോൾ ഈ പല ക്യാരക്ടറാണല്ലോ ഒരേ സമയം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ എന്തെങ്കിലും ഒരു ശബ്ദത്തിന് വ്യത്യാസം വരുത്താറുണ്ടോ? വ്യത്യാസം ഉണ്ട്. ഇപ്പോൾ ചില ക്യാരക്ടർ ഭയങ്കര ക്യൂട്ടായിരിക്കും. എനിക്ക് കൂടുതലായിട്ടും എൻ്റെ വോയിസ് കുറച്ച് സ്വീറ്റ് ആയതുകൊണ്ട് സ്വീറ്റ് ക്യാരക്ടേഴ്സ് കൂടുതലും കിട്ടുക. നെഗറ്റീവ് കിട്ടുന്നത് വളരെ കുറവാണ്. പക്ഷെ നെഗറ്റീവ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ എന്നെ കൊണ്ട് ആവുന്ന പോലെ ഞാൻ ചെയ്യാറുണ്ട്. ചിലർ നമുക്ക് വിശ്വാസമാണല്ലോ, ചിലർ വിശ്വസിച്ച് നമ്മളൊരു നെഗറ്റീവ് ക്യാരക്ടർ ഏൽപ്പിക്കും. പക്ഷെ എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നില്ല. അപ്പോൾ ഇപ്പോൾ ഒരു സീരിയലിൽ മാത്രമാണ് ഞാൻ നെഗറ്റീവ് ചെയ്യുന്നത്. ബാക്കിയെല്ലാം പോസിറ്റീവ് ക്യാരക്ടേഴ്സ് ആണ്. ഭയങ്കര പാവം. ഞാൻ ചോദിക്കാറുണ്ട്, ഇത് എൻ്റെ വോയിസ് എനിക്ക് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും മാച്ച് ആവുന്നുണ്ടല്ലോ. എൻ്റെ ക്യാരക്ടർ ഞാൻ ചിലപ്പോൾ വീട്ടിൽ പറയും, ഞാൻ ഇങ്ങനൊന്നും സംസാരിക്കാറില്ല. ഇപ്പോൾ ഇന്നലെ തന്നെ ഒരു സീരിയലിൽ വളരെ റെസ്പെക്റ്റോടെ വളരെ ബഹുമാനത്തോടെ സംസാരിക്കുന്ന ഒരു ക്യാരക്ടർ ആകുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് നമ്മൾ സംസാരിക്കുക. പക്ഷെ ഞാൻ എന്നിട്ട് ആലോചിച്ചു, ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുമോ എന്ന് ആലോചിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ലൈഫിലേക്ക് വരുമ്പോൾ നമ്മൾ അങ്ങനെയൊന്നും സംസാരിക്കേണ്ട സാഹചര്യം വരുന്നില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ എന്നെ കൊണ്ട് പറയാൻ പറ്റും എന്ന് നമുക്ക് തോന്നുന്നത്. അപ്പൊ നമ്മൾ ഈ വീട്ടിലൊക്കെ വരുമ്പോഴേ വീട്ടിൽ ഈ ഹസ്ബൻഡുമായിട്ടും ഒക്കെ സംസാരിക്കുമ്പോൾ കഥാപാത്രങ്ങളൊക്കെ കയറി വരും. പേര് മാറിപ്പോയിട്ടുണ്ട്. ഹസ്ബൻഡിന്റെ പേര് നമ്മൾ വിളിക്കുന്ന പേര് മാറി വിളിച്ചിട്ടുണ്ട്. വിളിക്കാൻ റീസൺ വേറൊന്നുമല്ല. ഇപ്പൊ നമ്മൾ ഒരു ഡബ് ചെയ്യുന്ന
തിരഞ്ഞെടുത്ത് ചിലപ്പോൾ വേറെ ഫീൽഡ് ആണെങ്കിൽ ചിലപ്പം ഡൈവേഴ്സ് വരാനായിരുന്നു. അല്ല, ശ്രീയേട്ട എന്ന് വിളിക്കുന്ന ഒരു സീരിയലിൽ നിന്ന് ഞാൻ ശ്രീയേട്ട എന്ന് വിളിച്ചിട്ട് വീട്ടിൽ വന്നിട്ട് എന്റെ ഏട്ടനെ ശ്രീയേട്ട എന്ന് വിളിച്ചിട്ടുണ്ട്. അത് മൈൻഡിന്റെ ആവാം മേ ബി, നമ്മൾ ആ ഒരു ടൈമിൽ അപ്പൊ എന്റെ ചതാരാന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ നമ്മൾ അത്രയും നേരം ആ ക്യാരക്ടർ ആയി, ഞാൻ മറ്റേ ഭയങ്കര ഇതായിട്ട് ക്യാരക്ടർ ആയതുകൊണ്ടല്ല, എവിടെയോ നമ്മുടെ മൈൻഡിൽ അത്രയും നേരം നമ്മൾ ശ്രീയേട്ടാന്ന് വിളിച്ചിട്ട് പെട്ടെന്ന് വന്നപ്പോ അത് വന്നു പോയത്. അഭിനയം പോലെ തന്നെയാണല്ലോ. അതെ, അതിന്റെ ഒരു ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിപ്പോൾ ഈ ഓർമ്മയിൽ നിൽക്കുന്ന ഇപ്പോൾ ഡയലോഗ്സ് അവിടെ വെച്ചായിരിക്കും തരുന്നത്, ഒന്നും ഓർമ്മയില്ല, ഒന്ന് നമുക്ക് സ്ഥിരം പറ്റുന്നൊരു സംഭവം. നമ്മളെപ്പോലുള്ളവരെ ഈ സ്ക്രീനിൽ ഫ്രണ്ടിലോട്ട് വരുന്ന വളരെ കുറവാണ്. കൊണ്ടുവരുമ്പോ എപ്പോഴും നിങ്ങളെ പോലുള്ളവർ ചിന്തിക്കുന്നത് എന്താണ് ക്രിയേറ്റീവായിട്ട് കിട്ടുക എന്നുള്ളതാണ്. പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ സൗണ്ട് എന്നല്ലാണ്ട് ഒരു സിറ്റുവേഷൻ തന്ന ആ സിറ്റുവേഷൻ വിഷ്വൽ കണ്ട് ഞങ്ങൾ ഡബ് ചെയ്യുന്നല്ലാതെ ശരിക്കും ഇങ്ങനെ ഒരു വേദിയിൽ വന്നിരിക്കുമ്പോൾ നമുക്ക് പെർഫോം ചെയ്യാനൊന്നുമില്ല. ആർട്ടിസ്റ്റ് ആണെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും പെർഫോം ചെയ്യും, അത് സിറ്റുവേഷൻ പറഞ്ഞ് അഭിനയിക്കാം. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് ഡബിങ് ആർട്ടിസ്റ്റുകൾക്ക് കുറയുന്നതും വിഷ്വലി അവരെ പ്രസന്റ് ചെയ്യുമ്പോൾ അവരെന്ത് ചെയ്യും എന്നുള്ളതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിഷ്വലി പ്രസന്റ് ചെയ്യാനൊന്നുമില്ല, ഞങ്ങൾക്ക് കിട്ടുന്ന വോയിസ് പിന്നെ നമ്മൾ എവിടെയൊക്കെ പോകുമ്പോൾ നമ്മുടെ സൗണ്ട് കേട്ടിട്ട് ആൾക്കാർ തിരിച്ചറിഞ്ഞിട്ട് അഭിനയിക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. ആദ്യം അങ്ങനെ ചോദിക്കും, നമ്മളറിയില്ല അഭിനയിക്കുന്നില്ല. എന്നിട്ട് അവരിങ്ങനെ ആലോചിച്ചിട്ടൊക്കെ പോകും. അവർക്ക് അപ്പോഴും മനസ്സിലായിട്ടില്ല, എന്തോ മേബി സൗണ്ട് ആയിരിക്കും അവർക്ക് ക്ലിക്ക് ആയത്, പക്ഷെ ഇത് ആരാണ് എന്താണെന്ന് അവർക്ക് മനസ്സിലാവില്ല. എന്താ പറയാ, കണ്ടു നിന്റെ സൗണ്ട് മനസ്സിലായി പക്ഷെ ആരാന്ന് അറിയില്ലല്ലോ, അങ്ങനെ പോകും. ഇപ്പോഴും പലർക്കും അറിയില്ല. ഇപ്പോഴും ചില സമയത്ത് ഈ കമന്റ്സ് വരും യൂട്യൂബിൽ, നമ്മൾ സ്ഥിരം ചെയ്യുന്ന ഒരു ക്യാരക്ടർ അല്ലാതെ വേറൊരു ക്യാരക്ടർ വേറെ എന്തെങ്കിലും ചെയ്താൽ ഇത് ആ സീരിയലിലെ ആ കുട്ടിയുടെ സൗണ്ടാണെന്നാ പറയാ. അപ്പോഴും എന്റെ സൗണ്ടാന്നല്ല അവിടെ അറിയുന്നത്, അത് അപ്പുവിന്റെ സൗണ്ടാ എന്ന് പറയും, ആ ക്യാരക്ടറിന്റെ സൗണ്ടാ, അങ്ങനെ പറയുള്ളൂ. അത്രമാത്രം നമ്മള് ബിഹൈൻഡ് ആണ് ഒത്തിരി ഈ പറഞ്ഞ. പിന്നെ ഇപ്പോൾ ഒത്തിരി ആൾക്കാർ ഡബ്ബിങ് എന്താണെന്നും ഈ പറഞ്ഞ പോലെ വോയിസ് ആർട്ടിസ്റ്റ് എന്താണ് ഓരോ വോയിസുകൾ അന്വേഷിച്ച് വരുന്നുണ്ട്. എനിക്ക് തന്നെ പേഴ്സണലി പല കുട്ടികളും മെസ്സേജ് അയച്ച് ചോദിക്കും, ചേച്ചി ഈ വോയിസ് ആരുടെയാ, ഈ വോയിസ് ചേച്ചിയുടെ അമ്മയുടെ അല്ലേ, ഈ വോയിസ് ആരാ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ അങ്ങനെ അറിയാൻ കാണിക്കുന്ന ഒരു ഇൻട്രസ്റ്റ് ഇപ്പൊ ഉള്ള കുട്ടികളിൽ ഒത്തിരി പേർക്കുണ്ട്. ഈ മെസ്സേജ് അയക്കും, ചേച്ചി ഏത് സബ്ജക്ട് പഠിച്ചാലാ, 2 days ബാക്ക് ഏത് സബ്ജക്ട് പഠിച്ചാലാ ചേച്ചി ഡബിങ് ആർട്ടിസ്റ്റ് ആവാൻ പറ്റുമെന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട് കുട്ടികൾ. മോള് ഞാൻ ഫോട്ടോ കാണിച്ചപ്പോ തന്നെ ഇന്ന സീരിയൽ ഡബ് ചെയ്യുന്ന ആർട്ടിസ്റ്റ് അല്ലേ എന്ന് ചോദിച്ചു. അന്നേരം കുട്ടികൾ അത് വാച്ച് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് അവർ ഈ സൗണ്ടും നമുക്കറിയാം, ഈ കാട്ടിലെ കണ്ണൻ പോപ്പി, അതിലൊക്കെ ഭയങ്കര ഫേമസ് ആയ ശബ്ദമല്ലേ. പൂപ്പിയിൽ ഞാൻ 6 വയസ്സ് 7 വയസ്സ് ആ സമയത്ത് ഡബ് ചെയ്യുന്ന സാധനമാണ്. ഇന്ന് എനിക്ക് 25 വയസ്സ് കഴിഞ്ഞു. ഈ ടൈമിൽ പോലും ആ CD തന്നെയാണ് വീണ്ടും വീണ്ടും വരുന്നത്. ഞാനിപ്പോ ഈ പോത്തീസിലൊക്കെ പോകുമ്പോ ചില കുട്ടികൾ ഇതിനു വേണ്ടി അടി ഉണ്ടാക്കും. ഇപ്പൊ ഞാൻ ചോദിച്ചിട്ടുണ്ട് പോയിട്ട്, ഞാൻ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇത് 4 എണ്ണം വീട്ടിലിരിപ്പുണ്ട്, ഇതെന്നെ വീണ്ടും പിടിച്ച് ചെന്നെടുക്കും കുട്ടികൾ. ഇപ്പൊ ഞാൻ അവരോട് പറഞ്ഞു ഇത് എന്റെ സൗണ്ടാണ് എന്ന് പറഞ്ഞ ആ കുഞ്ഞിനോട് സംസാരിച്ചു. ചേട്ടാ സത്യം പറഞ്ഞാ ഞാൻ കുഞ്ഞു കുട്ടികളുടെ സൗണ്ടിൽ സംസാരിക്കും, പക്ഷെ എന്നാൽ അതൊക്കെ ഞാൻ ചെയ്തത് ചെറുതായിരിക്കുമ്പോൾ തന്നെയാണ്. പിന്നെ അവർ ഈ ചെറിയ പിച്ച് ഷിഫ്റ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അത് ഞാൻ ചെറുതായിരിക്കുമ്പോൾ തന്നെയാണ് ചെയ്തത്. അല്ലാതെ കുട്ടികളെ പറ്റിക്കാനായിട്ട് എന്താ എന്നൊക്കെ ചോദിച്ച് കുഞ്ഞു കുട്ടികളുടെ വോയിസ് സംസാരിക്കുന്നേ ഉള്ളൂ. അതൊരു ചെറിയ എന്തെങ്കിലും ഒരു സീക്വൻസ് എന്താ ഇപ്പൊ ഞാൻ പറയാ. ചേട്ടൻ എന്തെങ്കിലും ചോദിച്ചാ ഞാൻ മോളെ ഓണമൊക്കെ എവിടെ വരായി? ഓണം ഇന്നലെ വന്നു, നാളെയും വരും, മറ്റന്നാളും വരും. ഡ്രസ്സൊക്കെ എടുത്തോ? ഇല്ല, അച്ഛൻ പറഞ്ഞു മറ്റന്നാൾ വാങ്ങിച്ചു തരാം. മറ്റന്നാളാക്കി എന്താ? അച്ഛൻ തന്ന ലീവ്, അച്ഛന് ലീവുള്ള ദിവസം വാങ്ങിച്ചു. അമ്മ പായസവും ഉണ്ടാക്കി തരും. ഓണത്തിന് എവിടൊക്കെയാ പോകുന്ന മോള്? ലൈറ്റ് കാണാൻ പോവും, ഊട്ടി പോവും, ഇത്രേ ഉള്ളൂ. ഊട്ടിയിലൊക്കെ പോകുന്നുണ്ടല്ലേ? ആണോ? പാട്ട് പാടുമോ മോളൊരു? അല്ലാതെ നമുക്കൊരു അല്ലാതൊരു പാട്ടൊക്കെ പാടുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. രണ്ടുപേര് എന്തായാലും ഇപ്പൊ എല്ലാരും ഒക്കെ പാടുമല്ലോ ഒരുവിധം. ഞാൻ അങ്ങനെ പാടില്ല. ചേട്ടൻ പാടുമോ? ചേട്ടൻ കണ്ട ഒരു ഗായകന്റെ കവിത വന്നേ ഉള്ളൂ, പക്ഷെ പാടില്ല. അപ്പൊ എനിക്കൊരു കവിത അത് പിന്നെ ഇനി മറ്റൊരു അവസരത്തിലാവാം. ഒരു പാട്ട് പാടും, ഒരു പാട്ട് ഒരു ഓണപ്പാട്ട് പാടാം. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണം തുമ്പി ഈ പൂവിളി മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയൽ നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൂവിളി പൊന്നോണമായി. കൊള്ളാവുന്നതായിട്ടുണ്ട്.
അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഒരു സകല കലാവല്ലഭ എന്ന് പറയാം. അമ്മ മ്യൂസിക് ആണ്, അമ്മ BA മ്യൂസിക് ഒക്കെ ആയിരുന്നു. പക്ഷെ അമ്മ മുന്നോട്ട് പോയില്ല. അമ്മയ്ക്ക് MA അഡ്മിഷൻ ഒക്കെ കിട്ടി, പിന്നെ അതിനുശേഷം ഞാനായി. അപ്പൊ അങ്ങനെ അമ്മ മുന്നോട്ട് പോയിട്ടില്ല. പക്ഷെ ഞാൻ ബേസിക്കലി ഡാൻസറാണ്. ഞാൻ ഡാൻസിലേക്കാണ് തിരിഞ്ഞത്, മ്യൂസിക്കിലേക്കല്ല. അമ്മൂമ്മ ഡാൻസർ ആയിരുന്നു, അമ്മ മ്യൂസിക്, ഞാൻ തിരിച്ച് ഡാൻസിലേക്ക്. അപ്പൊ ഡാൻസ് കുട്ടിക്കാലം മുതൽ പഠിക്കും? അതെ അതെ, ഞാനും 3 വയസ്സ് തൊട്ടേ ഞാനും ഡാൻസിലേക്ക് സജീവമാണ്. പിന്നെ ഈ ഹസ്ബൻഡ് ഈ ഒരു ഫീൽഡ് അറിഞ്ഞാണല്ലോ വിവാഹം ചെയ്യുന്നത്. അപ്പൊ പലരും വിചാരിക്കും നമ്മള് ഫീൽഡിൽ നിന്ന് കല്യാണം കഴിക്കും. ഞാൻ കുഞ്ഞിലെ ഫീൽഡിലുള്ളത് ഫീൽഡിൽ നിന്നായിരിക്കും കല്യാണം കഴിക്കുക. പക്ഷെ എൻ്റെ ഒരു ലിമിറ്റ് എത്തിയപ്പോൾ തോന്നിയിട്ടുണ്ട് ഫീൽഡിൽ നിന്ന് വേണ്ട എന്ന് തോന്നിയിട്ടുണ്ട്, ഫീൽഡിൽ നിന്ന് കല്യാണം കഴിക്കേണ്ട. പക്ഷെ അതുപോലെ അണ്ടർസ്റ്റാൻഡിങ് ഉള്ള ഒരു ഫീൽഡ് ആകുമ്പോൾ ഉണ്ടാവുന്ന ഈഗോ എല്ലാത്തിലും ഉണ്ടാവുമല്ലോ. ആ ഒരു ഈഗോ ക്ലാഷസ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടി തന്നെയാണ്. പിന്നെ പുള്ളി എൻ്റെ ഫ്രണ്ട് ആയിരുന്നു ഓൾറെഡി. ഞങ്ങളൊരു 2014 തൊട്ട് ഞങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നു. ഒരുവിധം നോക്കിയാൽ എനിക്കുണ്ടായിരുന്ന പ്രണയങ്ങൾ പോലും പുള്ളിക്കറിയാം, അത്ര ഞങ്ങൾ ഓപ്പൺ ആണ്, ഫ്രണ്ട്സ് ആയിരുന്നു. അതുകൊണ്ട് തന്നെയാവാം ഞങ്ങളുടെ ജീവിതം ഒരു പ്രശ്നമില്ലാതെ സക്സസ്ഫുൾ ആയിട്ട് പോകുന്നത്. പുള്ളി മാർക്കറ്റിംഗ് ഫീൽഡാണ്, MBA കഴിഞ്ഞു. പുള്ളി MBA പഠിക്കുമ്പോഴാണ് പരിചയപ്പെടുന്നത്. അപ്പൊ MBA കഴിഞ്ഞു, പിന്നെ ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അമ്മ എപ്പോഴും പറയും, നീ ആരെങ്കിലും പ്രണയിക്കുക, നീ വൈഷ്ണവിനെ കല്യാണം കഴിക്കുന്നു പറയും. അപ്പൊ അങ്ങനെ കാത്തിരുന്ന് 2019 കല്യാണം കഴിച്ചു. അപ്പം ഈ പുള്ളിക്കാരൻ ഇതുപോലെ ഇതിലൊക്കെ ഡബ് ചെയ്യുന്ന സ്ഥലത്തൊക്കെ വരാറുണ്ടോ? വളരെ കുറവാണ്. വന്ന് ഞാൻ വിളിച്ചാൽ അകത്തോട്ടും വരില്ല. പിന്നെ ചെയ്യിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ അമ്മ ഡബിങ് ഡയറക്ടർ ആയതുകൊണ്ട് ചില സിനിമയിലൊക്കെ ഏട്ടനെ കൊണ്ട് ഡബ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. നല്ല വോയിസ് ആണ്. ഇപ്പൊ അറിയാം, ഇപ്പൊ എങ്ങനെയാ ചെയ്യുന്നത് എന്നൊക്കെ അറിയാം. ആദ്യമൊക്കെ വരുമായിരുന്നു. ഇപ്പം നമ്മൾ എങ്ങനെ ഡബ് ചെയ്യുന്നൊക്കെ അറിയാം. പിന്നെ ഈ പറഞ്ഞാൽ അവർക്കും ഇടയ്ക്കൊക്കെ ബുദ്ധിമുട്ടാണ്. ചില സമയത്ത് സീൻസ് ഒക്കെ എക്സ്ട്രാ വരുമ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. എല്ലാവരും എന്നോട് ചോദിക്കും, പാവം പുറത്ത് വെയിറ്റ് ചെയ്യുന്നു, നീ പെട്ടെന്ന് ഡബ് ചെയ്തിട്ട് പോകും എന്നൊക്കെ പറയും. ഭയങ്കര സപ്പോർട്ടീവാണ്. ഇപ്പം ഹസ്ബൻഡിന്റെ ഫാമിലി ആണെങ്കിലും അച്ഛൻ അമ്മ എല്ലാവരും, ഇത് ഹസ്ബൻഡ് വീടാണ് ഇവിടെ, എല്ലാത്തിനും ഇന്നിപ്പോ ഉണ്ടെന്ന് പറഞ്ഞപ്പോ തന്നെ എല്ലാവരും ഓക്കെ എല്ലാം സപ്പോർട്ടാണ്. അത് തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യം. നമ്മൾ ചെയ്യണ ജോലിക്ക് നമ്മളെ അത്രയും അകമഴിഞ്ഞ് സപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു ഇതും ഇല്ലാണ്ട് സപ്പോർട്ട് ചെയ്യുന്നു. പിന്നെ ഈ നമ്മൾ ഈ പൊതുവെ ഡബ്ബിങ് ആർട്ടിസ്റ്റുകൾ ഈ പറഞ്ഞതുപോലെ ഈ അഭിനയ രംഗത്തേക്ക് വരാൻ വിമുഖത പൊതുവെ കാണിക്കുന്നുണ്ട്. ദേവിയൊക്കെ ഉണ്ടല്ലോ, ദേവിയൊക്കെ ആദ്യം കുട്ടിക്കാലത്ത് സീരിയലിലൂടെ ഒക്കെ വന്നതാണ്. പക്ഷെ പിന്നീട് ഇതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരു ഇതിലേക്ക് അത് എന്തുകൊണ്ടാണെന്ന് സത്യം പറഞ്ഞാൽ എനിക്കും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ നമ്മുടെ ശോഭിചാച്ചൻ ശോഭിചാച്ചനൊക്കെ അഭിനയിക്കുന്നുണ്ട്, ഡബ് ചെയ്യുന്നുണ്ട്. പുള്ളി ആക്ച്വലി ഇപ്പൊ ഡബ് ചെയ്യാൻ സമയമില്ല എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും നല്ല ആർട്ടിസ്റ്റ് ആണ് പുള്ളിയാണെങ്കിലും പുള്ളിയുടെ ബ്രദർ ആണെങ്കിലും ഒക്കെ. അപ്പൊ അവർക്കൊക്കെ എന്നാലും ഡബിങ് കൊണ്ട് അവരൊക്കെ കുഞ്ഞിലേ ചോദിക്കും, എനിക്ക് അഭിനയിച്ചൂടെ എന്ന് ചോദിക്കും. അവർ നമ്മൾ അത്രയും ചെറുതിലെ കാണുന്ന സ്വാതന്ത്ര്യത്തിൽ. പക്ഷെ എനിക്കെന്തോ അതിലേക്ക് വരാൻ തോന്നിയിട്ടില്ല. മേ ബി ഇതിലായി കഴിയുമ്പോൾ ഉള്ളൊരു പ്രശ്നമായിരിക്കാം. നിങ്ങൾക്ക് വളരെ എളുപ്പമാണ് ഇതിലേക്ക് എത്തിപ്പെടാൻ. കാരണം മറ്റ് ഒരുപാട് പുറത്ത് ആൾക്കാർ ഇങ്ങനെ അഭിനയിക്കാൻ അവസരം തേടി നിൽക്കുമ്പോൾ നമ്മളെ പോലുള്ളവർക്ക് പെട്ടെന്ന് നമുക്ക് ഡയറക്റ്റ് കോൺടാക്ട് ആണ്. ഈ പറഞ്ഞ ഡയറക്ടേഴ്സിന്റെ അടുത്താണെങ്കിലും പ്രൊഡ്യൂസേഴ്സിന്റെ അടുത്താണെങ്കിലും നമുക്ക് കോൺടാക്ട് ഉണ്ട്. പേയ്മെന്റ് തരുന്ന ആവശ്യം ആയിട്ട് നമ്മൾ പ്രൊഡ്യൂസറായിട്ട് എന്തായാലും ഒരു കോൺടാക്ട് വെക്കും. അതേപോലെ തന്നെയാണ് ഡയറക്ടേഴ്സ്. നമ്മൾ ആ ക്യാരക്ടറിനെ എങ്ങനെ പ്രസന്റ് ചെയ്യണം എന്നുള്ളതിന് അവർ ഓൾറെഡി നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യും. പക്ഷെ എന്നാൽ പോലും നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ തോന്നാറില്ല. ചിലപ്പോൾ യൂസ് ചെയ്യുന്നവരുണ്ട്, ഡബിങ് ആർട്ടിസ്റ്റുകൾക്കിടയിലും അങ്ങനെ കോൺടാക്ട്സ് യൂസ് ചെയ്യുന്നവരുണ്ട്. എന്നോട് പറയും, നീ കോൺടാക്ട്സ് യൂസ് ചെയ്യും, ഇതൊക്കെ ചെയ്യാം എന്നൊക്കെ പറയും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഈ പറഞ്ഞ വർക്ക് ആണെങ്കിലും കുഞ്ഞിലെ മുതലേ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ കഴിവിനുള്ളത് നമുക്ക് കിട്ടിയിട്ടുണ്ടെന്നല്ലാണ്ട് എവിടെയും പോയി ചോദിക്കേണ്ട അവസരം വന്നിട്ടില്ല, ദൈവം സഹായിച്ച് വന്നിട്ടില്ല. അത് എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല. കോൺടാക്ട്സ് ഒരു വലിയ സംഭവമാണ് ഫീൽഡിൽ. വരാൻ ആഗ്രഹമുള്ളവർക്കും ഞാൻ പറയുന്നത് അതാണ്, നല്ല രീതിയിൽ ശ്രദ്ധിച്ച് വരാനുള്ളവർ എന്നായാലും ഇതിലേക്ക് വരും. കഴിവുള്ളവർ എന്നായാലും ഏതെങ്കിലും മേഖലയിലൂടെങ്കിലും അവർ വരാനുള്ള വരും. അങ്ങനെയാണെന്നൊന്ന് എനിക്ക് തോന്നുന്നത്. പൊതുവെ കല എന്ന് പറയുന്നൊരു സത്യമാണ്. അത് എന്നായാലും ഈ സിനിമയിൽ ചെയ്യുന്നുണ്ടോ? അതെ, ഞാൻ സിനിമ കുഞ്ഞിലെ മുതലേ ചെയ്യുന്നുണ്ട്. നാരായണൻ അങ്ങനെ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട് കുഞ്ഞിലെ തൊട്ട്. പെട്ടെന്ന് ചോദിക്കുമ്പോൾ പറയാൻ പറ്റാത്ത. ഇപ്പൊ ഈ ഇടയ്ക്ക് റീമേക്ക് ചെയ്തു. റീമേക്ക് സൂര്യ സാറിന്റെ 2 മൂവി ജയ്ബീം ചെയ്തു. ചലഞ്ചിങ് ക്യാരക്ടർ ആയിരുന്നു ലിജോയ്ക്ക്. തമിഴിലെ ലിജോന്റെ പെർഫോമൻസ് കണ്ടവർക്ക് അറിയാം. മലയാളം കാണുന്നില്ല, പക്ഷെ ലിജോ ആ മൂവി ഫസ്റ്റ് കണ്ടതിന്റെ ഒരു എക്സ്പീരിയൻസ് ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. കാര്യം ആ മൂവി ലിജോ അഭിനയിച്ച ജയ്ബീമില് ലിജോയ്ക്ക് മലയാളം ഞാനാ ചെയ്തത്. ലിജോ ഡബ് ചെയ്ത് കഴിയുന്നതിന് മുന്നേ ഞാൻ ഡബ് ചെയ്തു. ലിജോ ഒരു ഫസ്റ്റ് 2 റീല് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ബ്രേക്ക് ആയിരുന്നു. ഒത്തിരി ടൈം എടുത്താ ലിജോ ചെയ്തിരിക്കുന്നത്. ആ ലാംഗ്വേജ് പഠിച്ചാണ് ലിജോ മോള് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് മലയാളത്തിലാക്കണം. എന്നാൽ കുറച്ച് ഭയങ്കര ഒരു ലോക്കൽ ലാംഗ്വേജ് ആണ് അവരുടെ ആ ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരുടെ ലാംഗ്വേജ് ആണ്. അതിനെ നമ്മൾ ഒത്തിരി വൃത്തികേടും ആവാൻ പാടില്ല.
എന്നാൽ ഇച്ചിരി ഭയങ്കര ലോക്കലി സംസാരിക്കുന്ന പോലെ അത് ഇച്ചിരി ചലഞ്ചിങ് ക്യാരക്ടറായിരുന്നു. ഒത്തിരി അലറലും വിളിയും സീൻസ് കണ്ടായിരുന്നു പടം. ഒത്തിരി അങ്ങനെ ചലഞ്ചിങ് മൂവി ആയതുകൊണ്ട് അത് അവർ ഒരാഴ്ച മുമ്പേ അവിടെ പോയി 10 ദിവസം മുമ്പ് 1 മാസം മുമ്പേ അവിടെ താമസിച്ച് അവരുടെ ജീവിത രീതികളൊക്കെ പഠിച്ച് ചെരുപ്പ് പോലും ഇടാതെ അതിൽ ഈ കട്ട ഉണ്ടാക്കുന്നത് അതില് ശരിക്കുള്ള റൂൾ എന്ന് പറഞ്ഞാൽ അവര് ആ ഷൂട്ടിംഗ് സ്ഥലത്ത് അവർ പൈസ കൊടുത്തിട്ടില്ല എന്ന് പറയുന്നത്. അതായത് ആ കട്ടയിൽ ആരൊക്കെ തൊട്ടോ 100 കട്ട അവരുണ്ടാക്കണം. ഈ ചെങ്കട്ട അത് ഈ കുട്ടി ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ലിജു എന്നോട് പറഞ്ഞു. കാര്യം ഈ പടം കഴിഞ്ഞ് വന്നപ്പോ എനിക്കത് എക്സ്പ്രസ് ചെയ്യണം. ഞാൻ അത്ര നന്നായിട്ട് അത് പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഒരു ഷർട്ട് ഇല്ല. ഇപ്പൊ ഈ മെസ്സേജ് അയച്ചാൽ റിപ്ലൈ ചെയ്യുമെന്ന് അറിയില്ല. അപ്പൊ ഞാൻ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചു, ഞാനിങ്ങനെ മൂവി കണ്ടു, ഞാൻ ആ മലയാളം വേർഷൻ ഡബ് ചെയ്തത് ഉഗ്രനായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്, ഇതൊരു ബ്രേക്ക് ആയിരിക്കും എന്ന് പറഞ്ഞ് ഞാൻ മെസ്സേജ് അപ്പൊ തന്നെ റെസ്പോണ്ട് ചെയ്തു. ഭയങ്കര സന്തോഷത്തിൽ തിരിച്ച് റെസ്പോണ്ട് ചെയ്തിട്ട് പറഞ്ഞു ആണോ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു മൂവി കഴിഞ്ഞിട്ട് എനിക്ക് എന്തായാലും മെസ്സേജ് അയക്കും എന്ന് പറഞ്ഞു. പക്ഷെ ആള് മൂവി കഴിഞ്ഞിട്ട് മലയാളം കണ്ടിട്ട് എനിക്ക് മെസ്സേജ്, ഞാൻ ഫുള്ള് കണ്ടിട്ടില്ലടാ പക്ഷെ ഞാൻ കുറച്ച് കണ്ടു, നന്നായി ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഏറ്റവും വലിയ അംഗീകാരം ഈ അവാർഡുകളോ ഇതൊന്നും അല്ല കേട്ടോ. നമ്മൾ ചെയ്യുന്ന ആർട്ടിസ്റ്റിന് നമ്മൾ ചെയ്തത് ഇഷ്ടമാവണം, അതാണ്. ഇപ്പൊ ഞാൻ അഭിനയിച്ചൊരു സാധനം എന്നെക്കാളും നന്നായിട്ട് ഡബ് ചെയ്യുമ്പോഴേ നമുക്കത് പെർഫെക്റ്റ് ആവത്തുള്ളൂ. കാരണം അഭിനയിച്ചതിനെ ഡബ് ചെയ്ത് കൊളവാക്കാനും പറ്റും. ഡബിങ് അഭിനയത്തിലുള്ള പോരായ്മ ഡബിങ്ങിലും നികത്താനും പറ്റും. ഈ 2 വ്യത്യാസം വളരെ ഇതാണ്. അപ്പൊ ആ ആർട്ടിസ്റ്റിന്റെ സന്തോഷം ഞാൻ ചെയ്തത് അടിപൊളിയായിട്ട് ഡബ് ചെയ്തിട്ടുണ്ടെന്ന് അവർക്ക് തോന്നുന്നിടത്താണ് നമ്മൾ വിജയിക്കുന്നത്. ലിജോയൊക്കെ ഞങ്ങൾ ഒരുമിച്ച് ഒരു സ്വകാര്യ ചാനലിൽ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അന്ന് ലിജോയ്ക്ക് ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ പോലും, വാർത്ത വായിക്കാൻ വിളിച്ചാൽ പോലും വരാത്തൊരു ഇതായിരുന്നു. പക്ഷെ പിന്നീട് വലിയ തീർച്ചയായിട്ടും ഇത്രയും ടാലന്റ്, അതാ ഞാൻ പറഞ്ഞത്, ഉള്ളിൽ ആ ടാലന്റ് ഉണ്ടെങ്കിൽ എന്നായാലും നമുക്ക് അതാണ് ഫീൽഡെങ്കിൽ അതിലേക്ക് എത്തും എന്നുള്ളതിനൊരു എക്സാമ്പിൾ ആണ് ലിജോ. അതെ. പിന്നെ മറ്റ് പ്രോജക്റ്റുകൾ, പുതിയ ഫിലിമിന്റെ ഒക്കെ പ്രോജക്റ്റുകൾ വരുന്നുണ്ട്. ഒന്നാമത്തെ പ്രശ്നം പടം കംപ്ലീറ്റ് കൊച്ചി ബേസ്ഡ് ആയി. ഇപ്പൊ ട്രിവാൻഡ്രത്താണ് കൂടുതൽ ഡബിങ് ആർട്ടിസ്റ്റ്, ഒത്തിരി ഡബിങ് ആർട്ടിസ്റ്റ് ഉണ്ട്. ഈ ഫ്രണ്ടിൽ വരാത്ത ഒത്തിരി ആർട്ടിസ്റ്റുകൾ. അതായത് ഇപ്പൊ നമ്മളൊക്കെ ഇത്രയും ഹീറോയിൻ ചെയ്ത് നമ്മൾ ഇത്രയും ഫോളോ ചെയ്യുന്ന കുട്ടികളാണ് നമ്മളെ ഈ പറഞ്ഞ പോലെ നമ്മുടെ വോയിസ് ഐഡന്റിഫൈ ചെയ്യുന്നതും നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നതും ഇപ്പൊ നിങ്ങളെ പോലുള്ളവർ നമ്മുടെ അടുത്ത് വരുന്നതും. പക്ഷെ അതല്ലാത്ത ഒത്തിരി ആർട്ടിസ്റ്റ്, ഒത്തിരി സീനിയർ ആർട്ടിസ്റ്റ് ഇന്നും ഇത് ബിഹൈൻഡിലുണ്ട് ഇതിൻ്റെ. ഇപ്പം ഞാൻ പറയും എനിക്കൊരു അവാർഡ് കിട്ടാൻ ഞാൻ ആദ്യം അവർക്ക് വേണ്ടിയിട്ടായിരിക്കും അത് സമർപ്പിക്കാൻ. കാര്യം അവരാണ് ഈ ഫീൽഡിൻ്റെ മെയിൻ, അവരെ കണ്ടാണ് ഞാനും വളർന്നത്. അപ്പം അങ്ങനെയുള്ള ഒത്തിരി ആർട്ടിസ്റ്റ് ഇന്നും പുറകിലുണ്ട്. അതാണ് ഏറ്റവും വലിയത്. പിന്നെ മറ്റ് എഴുത്തൊക്കെ ഉണ്ടോ? നമ്മളല്ല, അനിയനാണ് കുറച്ച് ലിറ്ററലി എഴുതുന്ന കാര്യത്തിൽ, പഠിക്കുമായിരുന്നു ഞാനും, പക്ഷെ എഴുതുന്ന കാര്യത്തിലൊക്കെ ഫ്രണ്ടിൽ അവനാണ്. അവൻ എഴുതും, സിനിമ എഴുതും, മ്യൂസിക് എഴുതും, സംഗീതം, നല്ല പാട്ടുകൾ എഴുതിയിട്ടുണ്ട് അവനും. അപ്പം അങ്ങനെ പോകുന്നത് അവനാണ്. ഡയറക്ഷൻ, റൈറ്റിംഗിൽ സ്കിൽ അവനാണ്. ഞാനിത് എഴുതി നോക്കിയിട്ടില്ല, ഈയിടെയായിട്ട് ഡയറി എഴുതാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ നമുക്ക് ചില കഥാപാത്രങ്ങൾ സിനിമയിൽ, ഇപ്പോൾ നമുക്ക് മണിച്ചിത്രത്താഴിൽ നാഗവല്ലി, അങ്ങനെയൊക്കെ ഓരോ ക്യാരക്ടർ ഇങ്ങനെ ഇത്രയും വർഷമായിട്ട് ഇങ്ങനെ ഫീൽഡിൽ നിൽക്കുവാണല്ലോ. അപ്പൊ അത്തരത്തിലുള്ളൊരു വെല്ലുവിളി നിറഞ്ഞൊരു കഥാപാത്രം ഏറ്റെടുക്കാൻ ഞാൻ ഈ ജയ്ബീം തന്നെ പറയുള്ളൂ. ജയ്ബീം പറയാൻ റീസൺ ചേട്ടാ, അഭിനയിച്ച ആ ഒരു കുട്ടി പോയ അതേ ചലഞ്ചിലൂടെ തന്നെയാണ് ഡബ് ചെയ്യുമ്പോൾ ഞാൻ ഡബ് ചെയ്തുകൊണ്ടിരുന്നിട്ട് ഞാൻ സിനിമ മുന്നേ കണ്ടിട്ടില്ല. അവിടെ ചെല്ലുന്ന സമയത്താണ് എന്നോട് പറയുന്നത് സൂര്യ സാറിന്റെ ഈ മൂവിയാണെന്ന്. അത് ഓൾറെഡി അനൗൺസ് ചെയ്തപ്പോഴേ ഒത്തിരി എന്താ ഒരു കേസാണ്, നടന്ന സംഭവമാണ് ചെന്നൈയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ വിവാദമായി ന്യൂസ് ഞാനും വായിച്ചിരുന്നു. പക്ഷെ ആ സിനിമയുടെ ഒരു ഭാഗമാകാൻ കഴിയുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അതൊരു എപ്പിക് മൂവി തന്നെയാണ്. ഈ പറഞ്ഞ പോലെ ഞാൻ ചെന്ന സമയത്ത് ഇതാണ് വിഷ്വൽ കാണിച്ചെന്നപ്പോൾ ഞാൻ ഒന്ന് ഞെട്ടി, അയ്യോ ഈ ക്യാരക്ടറോ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ പറഞ്ഞു നീ ചെയ്ത് നോക്ക്, പറ്റില്ലെങ്കിൽ നമുക്ക് ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇവിടെ നിന്ന് ചെന്നൈ വരെ പോയതാ. അപ്പോഴത്തേക്ക് ഞാൻ കയറി ചെയ്ത് കുറച്ചേരം അനക്കൊന്നും ഇല്ല അവിടെ. ഞാൻ ടീച്ചറാ കഴിഞ്ഞു പോകും. അപ്പോൾ പറഞ്ഞു എടാ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം, ഇതേ ട്രാക്ക് പിടിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ആ പടം ചെയ്തത്. അപ്പോൾ ഈ പടം ചെയ്ത് ഒരു 2 റീലൊക്കെ കഴിഞ്ഞ് അതിൻ്റെ വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു സെക്ഷനിൽ എത്തിയപ്പോഴത്തേക്കും നമ്മൾ മാരീഡും കൂടെ ആണല്ലോ, അതിൽ ആ ഒരു ബന്ധമാണ് കാണിക്കുന്നത് ഹസ്ബൻഡിനോടുള്ള. അവരിന്നും ആ ലേഡി ഉണ്ട്. അപ്പോൾ ആ ഒരു ബന്ധം ആ ടൈമിലൊക്കെ ഞാൻ പതുക്കെ ഫോൺ എടുത്തിട്ട് ഞാൻ ഹസ്ബൻഡ് മെസ്സേജ് അയച്ചു, ഏട്ടാ എൻ്റെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട്, ഭയങ്കര ഇമോഷണൽ ആവുന്നുണ്ട് ഞാൻ എന്നിട്ട് മെസ്സേജ് അയച്ചു. ഇപ്പോൾ എന്ത് പറ്റി? ഞാൻ ഭയങ്കര ഉഗ്രൻ ആ സീൻസ്, എനിക്ക് പറ്റുന്നില്ല, സങ്കടം വരുന്നു. അവൻ്റെ അടുത്ത് നിന്റെ ധൈര്യമായിട്ട് ചെയ്തോ, അത് ഉൾക്കൊണ്ട് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ചെയ്ത് കുറച്ച് നേരം എൻ്റെ അനക്കം ഇല്ലാതിരുന്നിട്ട് ഒരു ഷോട്ട് കഴിഞ്ഞിട്ട് അവരകത്ത് വന്ന് നോക്കി എന്ത് പറ്റി. ഞാൻ പറഞ്ഞു അത്രയും സങ്കടം വന്നിട്ട് ഞാൻ കരഞ്ഞു, അതിനകത്തിരുന്നു കരഞ്ഞു. അപ്പോൾ പടം കാണുമ്പോൾ എല്ലാവർക്കും തോന്നുന്നു അതേ ഫീല് നമുക്ക് വർക്ക് ചെയ്യുമ്പോഴും കിട്ടി. അപ്പോൾ അത്രയും ഞാനത് കരഞ്ഞ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അത് കംപ്ലീറ്റ്ലി പടവും എങ്ങനെ അതിൽ ആ ഇമോഷൻ കാണിച്ചിരിക്കുന്നോ അതേപോലെ ഞാനത് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, നമ്മൾ അന്യഭാഷാ ചിത്രങ്ങളാകുമ്പോൾ നമ്മൾ മലയാളം അല്ലല്ലോ അവർ പറയുന്നത്. അപ്പോൾ അത് ലിപ്പ് പിടിക്കുന്നത് എങ്ങനെയാ? ലിപ്പ് പിടിക്കുന്നത് ഒന്നിൽ അവർ
ഓപ്പൺ ആണോ ക്ലോസ് ആണോ എന്ന് മാത്രം നമ്മൾ നോക്കും. ഇപ്പോൾ ഒരു വാക്ക് പറഞ്ഞ് എൻഡ് ചെയ്യുമ്പോൾ അവരുടെ ഇതിൽ ചിലപ്പോൾ അത് ഓപ്പൺ ആയിരിക്കും, നമ്മുടെ ഇതിൽ ക്ലോസ് ആയിരിക്കും. അപ്പം നമ്മൾ ആ വാക്ക് മാറ്റിയിട്ട് ആ വാക്കിന് പകരം മൗത്ത് ഓപ്പൺ ആവുന്ന രീതിയിൽ ഏത് ഡയലോഗ് ഉണ്ടെന്ന് നോക്കും. അറിയാം എന്ന് നമ്മൾ പറയുമ്പോൾ ഓപ്പൺ ആണ്, അറിയാം എന്ന് പറയുമ്പോൾ ഓപ്പൺ ആണ്. അപ്പൊ അവരുടെ തെരിയും എന്ന് പറയുമ്പോൾ അവർക്ക് ചിലപ്പോൾ ക്ലോസ് ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ചെറിയ ചെറിയ ഇത് നമ്മൾ കറക്റ്റ് ചെയ്ത് ക്ലോസിങ് ഓപ്പണിങ്ങും സ്റ്റാർട്ടിങ്ങും ആണ് നോക്കുക. ഇടയ്ക്കുള്ളത് നോക്കില്ല. കാര്യം നമ്മൾ ഇടയ്ക്കുള്ളത് സത്യം പറഞ്ഞാൽ നമ്മൾ വിഷ്വലി നമ്മൾ വിഷ്വൽ കാണുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ലിപ്പിന്റെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും മാത്രമേ ശ്രദ്ധിക്കുള്ളൂ, സിങ്ക് ആണോ എന്ന്. ഇടയ്ക്കുള്ളത് നോക്കില്ല, ഇടയ്ക്കുള്ളത് നമ്മൾ അറിയില്ല. പക്ഷെ നമ്മളെ പോലുള്ളവർ ശ്രദ്ധിക്കും. ചില സിനിമകൾ നമുക്കറിയാം, ടിക്ടോക്ക് പോലുള്ള പാട്ടുകളാകുമ്പോൾ കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഇപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ടിക്ടോക്കും റീൽസും ഒക്കെ വന്നപ്പോഴത്തേക്കും ഡബിങ് എങ്ങനെയാണ്, സിങ്ക് ആയി പോകുന്നത് എങ്ങനെയാണെന്നൊക്കെ ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു അവിടെ നിന്നായിരിക്കാം ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരെ ആൾക്കാർ അന്വേഷിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഡബിങ് എങ്ങനെയാണ്, സൗണ്ട് അവർ സിങ്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് ഇതൊക്കെ എങ്ങനെയാണ് അതിൽ ചെയ്യുന്നത്. മേ ബി അത് ഒരു ഗുണമാണ് ഈ പറഞ്ഞ പോലെ. ശരി, ആദ്യകാലത്ത് ഈ ഡബിങ് ആരാന്ന് പോലും അറിയുന്നില്ല, അവാർഡും ഒന്നും അവർ പരിഗണിക്കാറേ ഇല്ലായിരുന്നല്ലോ. ഇപ്പൊ അതൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഡബിങ് ആർട്ടിസ്റ്റുകൾ ഇപ്പം മുഖ്യധാരയിലേക്ക് ഇറങ്ങുന്ന ഭാഗ്യലക്ഷ്മി പോലെ ഒരുപാട് പേര് ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഇനിയും കുറേ വർഷങ്ങളോളം ഇങ്ങനെ, പിന്നെ ഈ മെഗാ സീരിയലിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ വർഷങ്ങളോളം കടന്നു പോകുമല്ലോ ശരിക്കും പറഞ്ഞാൽ. ഞാൻ കോളേജിൽ പഠിച്ച സമയത്ത് തുടങ്ങിയ സീരിയല് ഞാൻ കല്യാണം കഴിച്ച് 2 വർഷവും കഴിഞ്ഞ ശേഷമാണ് നിന്നത്. അപ്പോൾ അതൊരു ഈ പറഞ്ഞ കമ്മിറ്റ്മെന്റ് ആണ്. ഈ പറഞ്ഞ ഇടയ്ക്ക് നിർത്തി പോകേണ്ടി വന്നിട്ടുണ്ട്, തിരിച്ചു വന്ന് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. പലരും പല മേഖലകളിൽ ഇങ്ങനെ ഓരോ ആർട്ടിസ്റ്റുകൾ തന്നെ പിന്നെ എഴുത്തിലേക്ക് കടക്കുന്നു, ഡബ് അങ്ങനെ ഒത്തിരി. എനിക്ക് തോന്നുന്നു ഞാൻ ഇനി ഒരു 30 വർഷം കൂടി ഈ ഫീൽഡിൽ നിൽക്കുകയാണെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് എനിക്കും എഴുതാനുണ്ടാവും എക്സ്പീരിയൻസ്. കാര്യം പലരും പുറത്തറിയാത്ത ഒരുപാട് ഈ പറഞ്ഞ പോലെ എക്സ്പീരിയൻസ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ലൈഫിലുണ്ടായ എക്സ്പീരിയൻസ് വായിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടാകുമ്പോൾ എനിക്ക് അന്ന് എഴുതാനുള്ള ഒരു ഇതുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചിലപ്പോൾ ഞാനും എഴുതുമായിരിക്കും. നമ്മുടെ അലിയ സാർ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ഇപ്പോൾ ഈ ഇടയ്ക്ക്, നാടകത്തിനെ കുറിച്ചും ജീവിതത്തിനെ കുറിച്ചും ഒരു പുസ്തകം എഴുതി. ഭാഗ്യലക്ഷ്മി എൻ്റെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇവരൊക്കെ ഈ പറഞ്ഞ പോലെ അനുഭവങ്ങൾ കൊണ്ട് എഴുതുന്നവരാണ്, ഡയറക്ടേഴ്സ് എഴുതുന്നവരൊക്കെ. അതാണ് ഇപ്പം തന്നെ ടെക്നോളജി ഒരുപാട് വളർന്നല്ലോ. ടെക്നോളജി വളർന്നുകൊണ്ട് കുറച്ച് എളുപ്പമുണ്ട് അല്ലേ? ഇപ്പം ഒരു വാക്കൊക്കെ തെറ്റി അത് മാത്രമായിട്ട് ഒരു സെന്റൻസിൽ മാറ്റിയെടുക്കാനുള്ള. അക്ഷരം അറിയാത്തവർക്ക് മലയാളം എഴുതാലോ, ടൈപ്പിംഗ് ടൂളൊക്കെ ഉള്ളതുകൊണ്ട് ഇംഗ്ലീഷിൽ എഴുതിയാലും മലയാളത്തിൽ കിട്ടുന്ന ഇത് അക്ഷരം അറിയാത്തവർ ഒരു മലയാളം എഴുതുന്ന ഒരു കാലമാണ് ഇതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുറച്ചുകൂടെ ഒരു സ്ത്രീകളെ സംബന്ധിച്ച് കുറച്ചുകൂടെ കംഫർട്ട് ആയിട്ടുള്ള ഒരു ഫീൽഡ്. ഉറപ്പായിട്ടും അഭിനയമാകുമ്പോൾ അങ്ങനല്ലല്ലോ, കുറച്ചുകൂടെ ഒരു ഈ കംഫർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ തീരുമാനിക്കുന്നതാണ് നമ്മുടെ കംഫർട്ട് എന്ന് ഞാൻ പറയും. പുറത്തുനിന്ന് കാണുന്നതല്ല ഈ ഫീൽഡ്. പുറത്തുനിന്ന് പറയുന്നവർക്ക് എന്തും പറയാം, ഫീൽഡ് മോശമാണ്, ഫീൽഡിലുള്ളവരാണോ വേണ്ട, അഭിനയിക്കുന്നു അയ്യോ വേണ്ട, അങ്ങനെയല്ല. നമ്മൾ നിശ്ചയിക്കുന്നതാണ് നമ്മുടെ ലിമിറ്റ്. അത് ഏത് ഫീൽഡിലാണെങ്കിലും ഞാൻ എവിടെ നോ പറയുന്നു അവിടെ തീരുവല്ല. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ചാൻസിന് പോലും ചോദിക്കേണ്ടി വന്നിട്ടില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഫീൽഡിൽ ഞാൻ അങ്ങനെ വന്നതുകൊണ്ട്. പക്ഷെ പെട്ടെന്ന് ഇത് മാത്രം ലക്ഷ്യമിട്ട് വരുന്ന ചിലരായിരിക്കാം മേ ബി അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ എന്നാലും പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം സേഫ്റ്റി എന്ന് പറയുന്നത് അവരുടെ കയ്യിൽ തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ. നമ്മൾ നിൽക്കുന്നത് പോലെ ഇരിക്കും നമ്മളോടുള്ള ബാക്കിയുള്ളവരുടെ ആറ്റിറ്റ്യൂഡ് എന്നാണ് എൻ്റെ ഒരു. പലപ്പോഴും ഇപ്പോൾ ഈ നടിയെ ആക്രമിച്ച കേസും അതോടൊപ്പം തന്നെ വിജയ് ബാബുവിൻ്റെ കേസും ഒക്കെ വരുമ്പോൾ അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ എന്താണ് ഒരു അഭിപ്രായം? അതിനെക്കുറിച്ച് ഇപ്പം നമ്മൾ രണ്ട് രീതിയിലുള്ള കേസാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് കേസിനെ കുറിച്ച് വലുതായിട്ട് പറയാൻ അറിയില്ല. 2 രീതിയിൽ വന്നപ്പോഴും നമ്മുടെ മൈൻഡിൽ 2 അഭിപ്രായം തോന്നിയെന്നേ ഉള്ളൂ. അല്ലാതെ അതിനെക്കുറിച്ച് കമന്റ് ചെയ്യാൻ ഞാൻ ഇപ്പോൾ പറഞ്ഞ കംഫർട്ട് സോൺ പറഞ്ഞ് നമ്മുടെ നോ പറയുന്നിടത്ത് നിൽക്കും. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഈ അവസരങ്ങൾക്കായിട്ട് ഈ ഇത്തരത്തിൽ ഈ വിജയ് ബാബുവിൻ്റെ കേസിൽ തന്നെ എടുത്താൽ അത്തരത്തിൽ തോന്നിയിട്ടില്ലേ അങ്ങനെ? അതായത് അവസരങ്ങൾക്ക് വേണ്ടി അങ്ങനെ പോകുന്നവരുണ്ട്, അവസരങ്ങൾക്ക് വേണ്ടി. അപ്പോൾ അതിന് ഇപ്പം അവരുടെ സൈഡിൽ നിന്ന് പോകുന്നത് കൊണ്ട് ഇനിയിപ്പോൾ അവർക്ക് അതിനൊരു ചൂഷണമായിട്ട് പറയാൻ പറ്റില്ലല്ലോ. അവർക്ക് അവരുടെ താല്പര്യത്തിന് വേണ്ടിയിട്ട്, അവരുടെ സ്വതാല്പര്യത്തിന് വേണ്ടിയിട്ട് അവർ പോകുന്നതിന് നമുക്ക് പിന്നെ അത് കഴിഞ്ഞ് അവസരം നഷ്ടപ്പെടുന്ന സമയത്ത് ഇത്തരത്തിൽ പരാതിയുമായി പോകുന്നു അങ്ങനെ തോന്നിയിട്ടുണ്ട്. അതെ, തോന്നിയിട്ടുണ്ട്. അത് ഈ ഒരു കേസിൽ മാത്രമേ ഉള്ളൂ, എല്ലാത്തിലും അല്ല ഞാൻ പറഞ്ഞത്. ഈ ഒരു കേസിൽ വിസിബിൾ ആയിരുന്നല്ലോ, എല്ലാവരും ഒരുമിച്ച് പറഞ്ഞ കാര്യമാണ്. ഈ വിവാദങ്ങളിലേക്ക് പോകുന്നില്ല, സമാധാനപരമായ ജീവിതം മതി. അപ്പൊ എന്തായാലും ഈ ഓണം ഒക്കെ അടിച്ചു പൊളിക്കാൻ തീരുമാനിച്ചല്ലേ? ഓണം ഈ പറഞ്ഞ പോലെ 6-ാം തീയതി വരെ വർക്ക് ചെയ്യുന്ന എല്ലായിടത്തും ഇപ്പോഴേ പറഞ്ഞിട്ടുണ്ട്. 6-ാം തീയതി വരെ വർക്ക് ചെയ്തിട്ട് ഒരാഴ്ച 5 ദിവസമെങ്കിലും ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. ഇവിടെ വന്ന് ഭക്ഷണം കുക്ക് ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ വരിക, ഭക്ഷണം ഉണ്ടാക്കുക,
അങ്ങനെയൊക്കെ നിൽക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഈ ഫീൽഡിലേക്ക് വരുന്ന കുട്ടികളോട് പറയാൻ എന്താ ഒരു ഉപദേശം, ഇത്രയും വർഷമായിട്ട് നിൽക്കുന്ന ഒരാളെന്ന് വരെ? പലരും എന്നോട് ചോദിക്കുന്നത് ഡബ്ബിങ്ങിലേക്ക് എങ്ങനെ വരും എന്നൊക്കെയാണ്. ഞങ്ങളെപ്പോലുള്ള ഇപ്പം എനിക്കത് പറഞ്ഞു കൊടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ അല്ലാതെ വന്ന ഒരാളാണ്. കുഞ്ഞിലേ അമ്മ ഉള്ളത് കൊണ്ട് പാരമ്പര്യമായിട്ട് അങ്ങനെ വന്ന ഒരാളാണ്. പക്ഷെ പുതിയ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, ഡബ്ബിങ്ങിനോട് ഇഷ്ടമുണ്ട്, നിങ്ങൾക്ക് അങ്ങനെ ഒരു ടാലൻറ്റ് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ സ്റ്റുഡിയോസിലാണ് പോകേണ്ടത്. ഡബ്ബിങ് നടക്കുന്ന സജീവമായി ഡബ്ബിങ് നടക്കുന്ന സ്റ്റുഡിയോകളിൽ പോയി, ഏതെങ്കിലും സ്റ്റുഡിയോയിൽ പോയി ഇതാവുക എന്നുള്ളതല്ല, പോയി വോയിസ് ടെസ്റ്റ് ചെയ്യാം. ഒരു ക്യാരക്ടർ അവർ നമ്മുടെ ഏജ് നോക്കിയിട്ട് തരും, അതിന് ഡബ്ബ് ചെയ്ത് നോക്കുക. ഡബ്ബ് ചെയ്യുമ്പോൾ നമ്മുടെ വോയിസ് പെർഫെക്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും അവർ വിളിക്കും. കാര്യം ഡബ്ബിങ് ആർട്ടിസ്റ്റുള്ള ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉറപ്പായിട്ടും അവർ വിളിക്കും. അതാണ് എനിക്ക് പറയാനുള്ളത്. അതെ. അപ്പോൾ എന്തായാലും ഈ ഓണദിനത്തെ വളരെ സജീവമാക്കിയത് ഡബ്ബിങ് ആർട്ടിസ്റ്റ് മാത്രമല്ല, എല്ലാ മേഖലകളിലും നിറഞ്ഞു നിൽക്കുകയാണ്. പാട്ടുപാടി ആർജയാണ്, അതോടൊപ്പം തന്നെ അഭിനയത്തിലേക്ക് ഒരുപാട് അവസരങ്ങൾ വന്നു, പക്ഷെ പോകാത്തത് കൊണ്ട് പോകുന്നില്ല. അപ്പോൾ എന്തായാലും ഈ ഓണദിനത്തെ വളരെയധികം സന്തോഷകരമാക്കി തീർത്ത ദേവയാനിക്ക് ഇനിയും ഒരുപാട് അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.